ലോകമാകെ ഹോർമൂസ് കടലിടുക്കിൽപ്പെട്ട് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ നിന്ന് കുറച്ച് മാറി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ചെറിയ കടലിടുക്കുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ പോലും മുട്ടിടിക്കാത്ത ചൈനയുടെ മുട്ടിടിക്കുന്ന ഒരു കടലിടുക്ക്. ഏറ്റവും നാരോസ്റ്റ് പോയിന്റിൽ വെറും 2.8 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു കടലിടുക്ക്. ചൈനയുടെ 80% ഓയിലുകൾ കടന്നു പോകുന്നത് ഈ കടലിടുക്കിലൂടെയാണ്. ഇന്തോനേഷ്യയ്ക്കും മലേഷ്യയ്ക്കും സിംഗപ്പൂറിനും നടുവിലുള്ള ഒരു ചെറിയ സിൽവർ ലൈൻ. പറഞ്ഞു വന്നത് മലാക്ക കടലിടുക്കിനെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് മലാക്ക കടലിടുക്കെന്ന് കേൾക്കുമ്പോൾ ചൈനയുടെ മുട്ടിടിക്കുന്നത്? കാരണം അതിന് 150 കിലോമീറ്റർ പടിഞ്ഞാറായി ഒരു ചെറിയ ദ്വീപുണ്ട്. ദ്വീപിൻ്റെ പേര് പറഞ്ഞ ഒരുപക്ഷെ നമ്മൾ അറിയും, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ഇന്ത്യ അവിടെ 1 ലക്ഷം കോടി രൂപയുടെ വലിയ മേജർ ഇൻവെസ്റ്റ്മെൻ്റാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം, സിവിലിയൻ ആൻഡ് മിലിറ്ററി എയർപോർട്ട്, ഒരു പെർമനൻറ്റ് മിലിറ്ററി ബേസ്, അങ്ങനെ ഒരുപാട് പദ്ധതികൾ ഇന്ത്യ അവിടെ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. എന്താണ് മലാക്ക കടലിടുക്കിൻ്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്? ഇന്ത്യ ആൻഡമാൻ നിക്കോബാറിൽ ചെയ്യാൻ പോകുന്നത് എന്തെല്ലാമാണ്? ഇതിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് മലാക്ക കടലിടുക്ക് ഇത്ര സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഏരിയയായി മാറുന്നത് എന്നുള്ളതാണ്. ഈ കടലിടുക്കുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവ ഏത് ഏരിയയിൽ വരുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അവയുടെ ഇമ്പോർട്ടൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ മനുഷ്യനിർമ്മിതമായ കനാലുകളായ സൂയസ് കനാൽ, അതുപോലെ പനാമ കനാലാണ് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിനെയും പസഫിക് മഹാസമുദ്രത്തിനെയും കണക്ട് ചെയ്യുന്നത്. അതുപോലെ സൂയസ് കനാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിനെയും ഇന്ത്യൻ ഓഷ്യനെയും കണക്ട് ചെയ്യുന്നത് സൂയസ് കനാൽ വഴിയാണ്. അങ്ങനെ ഈ കനാലുകൾ വളരെ പ്രധാനമായ സ്ഥലങ്ങളിൽ വരുന്നത് പോലെയാണ് കടലിടുക്കുകൾ. ഈ മലാക്ക സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിൻ്റെ ഓയിൽ ഹബ്ബായ മിഡിൽ ഈസ്റ്റ്, ആ ഒരു ഏരിയയിൽ നിന്നും വരുന്ന എണ്ണക്കപ്പലുകൾ ചൈനയിലേക്കും ജപ്പാനിലേക്കും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാർഗം ഈ മലാക്ക കടലിടുക്ക് വഴിയാണ്. കാര്യം, ഇത് ഇന്ത്യൻ ഓഷ്യൻ, നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം, ഇത് പസഫിക് മഹാസമുദ്രം, 2 മഹാസമുദ്രങ്ങളുണ്ട്. ഇതിൻ്റെ നടുക്കാണ് സൗത്ത് ചൈന സീ വരുന്നത്. അവിടെയാണ് അവർ കൂടുതലും ടെറിട്ടോറിയലായിട്ടുള്ള അഗ്രഷൻസ് നടത്തുന്നതും. ഈ അമേരിക്കൻ, ചൈനീസ്, ജാപ്പനീസ് നേവി എപ്പോഴും ഒരു കോൺഫ്രണ്ടേഷൻ സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നത് ഈ സൗത്ത് ചൈന സീയിലാണ്. അപ്പോൾ ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിനും പസഫിക് മഹാസമുദ്രത്തിനും ഇടയിലുള്ള ഒരു വലിയ കടൽ പ്രദേശമാണ്. നമ്മൾ ഇന്തോനേഷ്യ എല്ലാം ഇതിൻ്റെ ഈ ഏരിയയിലാണ് വരുന്നത്, സിംഗപ്പൂർ, മലേഷ്യ, അങ്ങനെയല്ല. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും വരുന്ന കപ്പലുകൾ കൃത്യമായി ഈ മലാക്ക കടലിടുക്ക് വഴി കടന്നു വേണം ചൈനയിലോട്ടൊക്കെ എത്താനായിട്ട്. ചൈന ഒരു ദിവസം ഉപയോഗിക്കുന്ന എണ്ണയുടെ കണക്ക് എന്ന് പറഞ്ഞാൽ 15 മില്യൺ ബാരൽസാണ്. 15 ദശലക്ഷം ബാരലുകൾ. 2000 ആയിരുന്നപ്പോൾ ഏതാണ്ട് 3 ദശലക്ഷം ബാരലായിരുന്നു ഇതിൻ്റെ കണക്ക്. അതായത് കഴിഞ്ഞ 25 വർഷം കൊണ്ട് ചൈനയുടെ ഓയിൽ കൺസപ്ഷൻ ഏതാണ്ട് 5 ഇരട്ടിയായി വർദ്ധിച്ചു. ഈ ഓയിൽ കൺസപ്ഷൻ്റെ 80% ഓയിലും ട്രാവൽ ചെയ്ത് വരുന്നത് ഈ മലാക്ക കടലിടുക്ക് വഴിയാണ്. 2003 ചൈനീസ് പ്രീമിയറായിരുന്ന ഹു ജിൻഡാഹോ പറഞ്ഞത് 80% ഓഫ് ദ ക്രൂഡ് കടന്നു വരുന്ന ഒരു കടലിടുക്ക് ചൈനയ്ക്ക് ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയ ചോക്ക് പോയിൻ്റാണ്. ചൈനയുടെ മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് ഓഫീസേഴ്സ് ഇതിനെ പറയുന്ന മലാക്ക ഡൈലമ എന്നാണ്. കാര്യം എന്ന് പറഞ്ഞാൽ, ചൈനയുടെ അഡ്വേഴ്സറി ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തിന് വളരെ എളുപ്പം ഈ മലാക്കയിൽ അവിടെ ഒരു ചോക്ക് പോയിൻ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഓയിൽ ഇങ്ങോട്ട് വരാനുള്ള വകുപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആവും. അത് തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പം റിന്യൂവബിൾ എനർജി എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിലും ഓയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ രാജ്യങ്ങൾ കംപ്ലീറ്റ് കുട്ടിച്ചോറാകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് ആണ് മലാക്ക കടലിടുക്കിൻ്റെ ഒരു പ്രത്യേകത. ഒരു ദിവസം ഏതാണ്ട് 90,000-നും 1,00,000-നും അടുപ്പിച്ച് കപ്പലുകൾ ഈ ഒരു സോൺ വഴി കടന്നു പോകുമെന്നാണ്. ഒരു വർഷം ഏതാണ്ട് ഗ്ലോബൽ മാരിടൈം ട്രേഡിൻ്റെ 25% ട്രേഡ് കടന്നു പോകുന്നത് മലാക്ക കടലിടുക്കിലൂടെയാണ്. 10,000 കണക്കിന് കപ്പലുകൾ ഈ കടലിടുക്കിലൂടെ കടന്നു വേണം
ഈ ചൈനയിലോട്ടും ബാക്കി ജപ്പാനിലോട്ടും സിംഗപ്പൂരിലോട്ടും ഒക്കെ എത്താനായിട്ട്. അതെല്ലാം വേൾഡിൻ്റെ ഇൻഡസ്ട്രിയൽ ഹബ്ബുകൾ ആണ് താനും. സോ എന്തുമാത്രം ട്രേഡ് ഇതുവഴി കടന്നു പോകുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മലാക്ക കടലിടുക്കിൻ്റെ വെറും 150 കിലോമീറ്റർ പടിഞ്ഞാറായിട്ട് മാറിയിട്ട് നമ്മുടെ ആൻഡോമാൻ നിക്കോബാർ ഐലൻഡുകളുള്ളത്. ഇതുവരെ ഇന്ത്യ ഈ ആൻഡോമാൻ നിക്കോബാർ ഐലൻഡുകൾ അങ്ങനെയൊന്നും ചെയ്തില്ല. ഈ ഐലൻഡുകളെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ അല്ല, കുറേ ഐലൻഡുകൾ ഇങ്ങനെ ചെറിയ ഐലൻഡുകളായിട്ടുണ്ടാവും. അപ്പോൾ ഈ ദ്വീപുകളിലും ഇന്ത്യ വളരെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇന്ത്യ അങ്ങനെ അവിടെ ഒരു മിലിറ്ററി പിന്നെ ഔട്ട് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആ സ്ട്രാറ്റജി ഇന്ത്യ അങ്ങ് മാറ്റിവെച്ചു. ഇന്ത്യ ഒരു മിലിറ്ററി പ്രൊജക്ഷൻ സ്ട്രാറ്റജിയിലോട്ട് മാറുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ആൻഡമാൻ നിക്കോബാറിൽ വലിയൊരു മിലിറ്ററി ബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലങ്ങളായിട്ട് ഇന്ത്യ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ഒരു എക്കോളജിക്കൽ സെൻസിറ്റീവ് സോണായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അവിടെ സെൻറ്റിനെൻ്റൽ ഐലൻഡ്സ് എന്ന് പറഞ്ഞ ഐലൻഡുകളിൽ ലോകത്തിൽ ഇതുവരെ മോഡേൺ ഹ്യൂമൻസ് എത്തിച്ചേരാത്ത ആൾക്കാരെ അവിടെ ഉണ്ട്. നമുക്ക് അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. കാര്യം ഇപ്പോഴും അമ്പും വില്ലും ഉപയോഗിച്ച് പുറം ലോകവുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ അവിടെ പോകുന്നത് പോലും ഇന്ത്യൻ ഗവൺമെൻറ് ബാൻ ചെയ്തിരിക്കുകയാണ്. ഈ പദ്ധതി ഐലൻഡുമായിട്ട് ബന്ധമൊന്നുമില്ല. ആൻഡമാൻ നിക്കോബാറുകളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഐലൻഡിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സെൻസിറ്റീവായ സിറ്റുവേഷനായിട്ടാണ് ഇന്ത്യ കണ്ടിരുന്നത്. പക്ഷേ മാറി വരുന്ന ഒരു ഗ്ലോബൽ സിറ്റുവേഷനിൽ നമ്മുടെ ഈ മലാക്ക കടലിടുക്കിൻ്റെ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസും ആൻഡമാൻ നിക്കോബാറുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നതിൻ്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസും കണക്കിലെടുത്തിട്ട് ഇന്ത്യ ഡിസൈഡ് ചെയ്യുന്നു വി നീഡ് ടു ഡു സംതിങ് ദെയർ. അങ്ങനെ $9 ബില്യൺ ഏതാണ്ട് ഒരു 1,00,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ ഗവൺമെൻറ് അവിടെ പ്ലാൻ ചെയ്യുന്നു. പിന്നെ ഗ്രീൻ ട്രിബ്യൂണലുണ്ട്, അവരുടെ അപ്രൂവലുണ്ട്. അപ്പോൾ ഇത് പല വാർത്താ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെയുള്ള എക്കോളജിക്കലായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ഹർട്ട് ചെയ്യുവാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയൊക്കെയാണ് ഇത് റിപ്പോർട്ട്. പക്ഷേ അതിനുമപ്പുറം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ദ്വീപ സമൂഹം അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ല എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന മണ്ടത്തരമാണ്. പക്ഷേ ഇത് വളരെ നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാര്യം അതിന് വേറെ എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ അത് പറഞ്ഞുതരാം. ഇത് അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇന്ത്യൻ ഗവൺമെൻറ് അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഒന്നാമതായിട്ട് ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ, അതായത് ഈ ഇന്ത്യൻ ഓഷ്യൻ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഡോക്ക് ചെയ്യാൻ കാരണമുള്ള ഒരു ടെർമിനൽ. ഇത് പിന്നെ ഈ കണ്ടെയ്നേഴ്സ് ചേഞ്ച് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ ഒന്നാമതായി. രണ്ടാമതായി ഒരു സിവിലിയൻ ആൻഡ് മിലിറ്ററി എയർപോർട്ട്. അത് ബേസിക്കലി ഒരു മിലിറ്ററി എയർപോർട്ടാണ്, ഒരു മിലിറ്ററി ബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. പിന്നെ സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടുള്ള പവർ പ്ലാന്റ് വേണം. സോ 450 മെഗാവാട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ പ്ലാന്റ്, 1.5 ലക്ഷം ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ടൗൺഷിപ്പ്. 1.5 ലക്ഷം ആൾക്കാർ താമസിക്കാൻ പറ്റുന്ന ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ പിന്നെ മെയിൻലാൻഡിൽ ഇന്ത്യയിൽ നിന്നും ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു മിലിറ്ററി ബേസ് വരുമ്പോൾ അതിന് ചുറ്റിപ്പറ്റിയ ആൾക്കാർ വരും, ബിസിനസ്സുകൾ വരും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള ഒരു എക്സ്പെക്റ്റഡ് പോപ്പുലേഷൻ ഗ്രോത്തിനായിരിക്കും ഇത് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വരുന്ന വർഷങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റായിട്ട്. അപ്പോൾ ഈ പല വാർത്താ മാധ്യമങ്ങളും ഇതിന് റിപ്പോർട്ട് ചെയ്തപ്പോൾ ആൻഡമാൻ നിക്കോബാറുകളിലെ ട്രീസിനെ ഹർട്ട് ചെയ്തിട്ടുണ്ട്, എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ഹർട്ട് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, പ്രകൃതിക്ക് നമുക്ക് ചെറിയ ഡാമേജ് ഇല്ല എന്ന് ഒരിക്കലും പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദ്വീപ സമൂഹങ്ങളിൽ ഉള്ള, പ്രത്യേകിച്ചും ഐലൻഡായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള നേച്ചർ ഭയങ്കര സെൻസിറ്റീവായ ഒന്നാണ്. പക്ഷേ നമ്മളെപ്പോഴും ഒരു ബാലൻസിൽ വേണം ആക്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഒന്നിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഒന്നിനൊട്ടും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഗുണം ചെയ്യില്ല. കാലങ്ങളായി നമ്മൾ ആൻഡമാൻ നിക്കോബാറുകൾ അങ്ങനെ ഒരു മിലിറ്ററി പ്രൊജക്ഷൻ ഔട്ട് പോസ്റ്റ് എന്നുള്ള രീതിയിൽ കണ്ടിട്ടില്ല. ഈ ഒരു ആക്റ്റിലൂടെ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്, ഇന്ത്യൻ മിലിറ്ററി എക്സിക്യൂട്ടീവ്സ് തന്നെ പറയുന്നത്, ആൻഡമാൻ നിക്കോബാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്, ഇൻഡോ പസഫിക്കിൻ്റെ ഫുൾ സോണൽ കൺട്രോൾ ഇന്ത്യയിൽ വരുന്ന ഒരു ഹൈ മിലിറ്ററി പ്രൊജക്ഷൻ വരുന്ന ഒരു ഏരിയയായി മാറ്റും എന്നുള്ളതാണ്. ഞാനതിൻ്റെ പറയാനുള്ള മെയിൻ റീസൺ, ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഇൻ തിയറി, ജോഗ്രഫിക്കലി ഇൻ തിയറി അത് ഇന്തോനേഷ്യക്കാണ് അടുത്തിരിക്കുന്നത്. ഇന്ത്യയെക്കാളും അടുത്ത് ഉള്ള നെക്സ്റ്റ് ലാൻഡ് മാസ് അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയാണ്.
ഇതിന് സമാനമായൊരു സിറ്റുവേഷനാണ് അമേരിക്കയിലുള്ള ഹവായി ഐലൻഡ്സ്. ഹവായി ഐലൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഈ കാലിഫോർണിയയുമായിട്ട് 6 മണിക്കൂർ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമ്മൾ കാലിഫോർണിയയിൽ നിന്നും ഹവായിലെത്തുന്നത്. പക്ഷേ ഹവായിൽ നിന്ന് ഏതാണ്ട് ഒരു 10 hours ട്രാവൽ ചെയ്താൽ നമ്മൾ ഓസ്ട്രേലിയയിലെത്തും. സോ ഓസ്ട്രേലിയക്ക് അമേരിക്കയ്ക്ക് ഏതാണ്ട് ഒരു നടുക്കെന്നൊക്കെ രീതിയിൽ പറയാവുന്ന സ്ഥലമാണ് ഹവായ്. പക്ഷേ ഹവായിലുള്ള മൾട്ടിപ്പിൾ ഐലൻഡ്സ്, പ്രത്യേകിച്ചും കോയ് പോലുള്ള ഐലൻഡ്സിൻ്റെ അകത്ത് മിലിറ്ററി പിന്നെ സൈലോസ് ഉണ്ട്, മിസൈൽ സൈലോസ് ഉണ്ട്. മിസൈൽ സൈലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസൈൽസ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് അറ്റ് എ ടൈം ദേ ക്യാൻ ബേസിക്കലി ഗോ ഔട്ട് എന്നുള്ള രീതിയിൽ മിസൈൽ സൈലോസ് ഉണ്ട്, മിലിറ്ററി ടെസ്റ്റിംഗ് സോൺസ് ഉണ്ട്. അപ്പോൾ അതവർ സക്സസ്ഫുള്ളി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. കോയുടെ നാച്ചുറൽ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ഇത് ആൾക്കാർ വന്ന് ഒരു കംപ്ലീറ്റ്ലി പിന്നെ റാവിഷായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിനുപരി വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലത്ത് നമ്മുടെ മിലിറ്ററി പ്രസൻസ് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ത്യ വളരെ ഫോർവേഡ് ലുക്കിംഗ് ആയിട്ട് നോക്കിക്കാണുന്ന ഒന്നാണ് ഈ ആൻഡമാൻ നിക്കോബാറിലുള്ള ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ. ഇനി കേവലം ആൻഡമാൻ നിക്കോബാറിൽ ഒരു പോർട്ടോ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഔട്ട് പോസ്റ്റോ ക്രിയേറ്റ് ചെയ്യുക എന്നതിലുപരിയായിട്ട് ഇന്ത്യയുടെ സോണൽ റീച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. MSP അഥവാ മലാക്ക സ്ട്രെയ്റ്റ് പട്രോൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അത് സിംഗപ്പൂർ, മലേഷ്യ, ഇന്തോനേഷ്യ ഈ രാജ്യങ്ങളിലുള്ള ചെറിയ കപ്പലൊക്കെ ഈ മലാക്ക സ്ട്രീറ്റ് ഇങ്ങനെ പെട്രോൾ ചെയ്തുകൊണ്ടിരിക്കും, അവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ. 2004 തൊട്ട് തന്നെ ഇന്ത്യ കണ്ടിന്യൂസ്ലി ട്രൈ ചെയ്യുവാണ്. ലൈക്ക് ഓക്കെ, നമുക്ക് ഈ മലാക്ക സ്ട്രീറ്റ് പെട്രോളിനകത്ത് നമ്മുടെ നേവിയെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇന്ത്യയുടെ ആ വാദത്തിനുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് അടുത്തുണ്ട്, സോ നമുക്കൊരു ലാൻഡ് മാസ് അടുത്തുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇത് അവരുടെ, അതായത് സിംഗപ്പൂർ, മലേഷ്യ, ഇന്തോനേഷ്യ ഈ 3 രാജ്യങ്ങളുടെയും ഒരു സോർവീനിയൻ പവറിനെ പിന്നെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ അവർക്ക് അത്ര സമ്മതമില്ല ഈ കാര്യം ചെയ്യുന്നതിനായിട്ട്. പക്ഷേ 2025 അത് മാറി. സിംഗപ്പൂരിൽ നിന്നുള്ള അവരുടെ ലീഡേഴ്സ് ഇന്ത്യയിൽ വന്നപ്പോൾ ദേ ഫോർമലി അക്നോളജ് ദാറ്റ് ഓക്കെ, ഇന്ത്യ മലാക്ക സ്ട്രെയ്റ്റ് പെട്രോളിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത് ദേ ഫോർമലി അക്നോളജ്ഡ് ഇറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതുവരെ MSPക്കകത്തോട് വന്നിട്ടില്ല, പക്ഷേ സിംഗപ്പൂർ ഈസ് ബേസിക്കലി ഷോയിങ് എ ഗ്രീൻ സിഗ്നൽ. ഓക്കെ, നിങ്ങൾക്ക് വരാം, നമുക്ക് ഇന്ത്യ വരാം എന്നുള്ള താല്പര്യമുണ്ട് എന്നുള്ള രീതി പറയുന്നതാണ്. അത് വേറൊന്നുമില്ല, ചൈനീസ് അഗ്രഷൻ ഈസ് ഇൻക്രീസിങ്. ചൈന സൗത്ത് ചൈന സീയിൽ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ക്രിയേറ്റ് ചെയ്യുകയും അവരുടെ റീച്ച് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ ലാൻഡ് മാസ് എവിടെ നിന്ന് തീരുന്നു അവിടെ നിന്ന് 200 കിലോമീറ്ററാണ് ആ രാജ്യത്തിൻ്റെ പിന്നെ ഈ കടലിലുള്ള പരിധി എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർനാഷണൽ സീ ലൈൻസാണ്. അപ്പോൾ അവിടെ നടക്കുന്നതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ചൈന എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഐലൻഡ് ക്രിയേറ്റ് ചെയ്ത് ഈ നമ്മൾ 200 കിലോമീറ്ററാണ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ആ റേഞ്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്കൊരു ഐലൻഡ് കുറേ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഐലൻഡിൽ നിന്ന് 200 മൈൽ കടന്നു പോകണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് മലേഷ്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും ചെറിയൊരു പേടിയുണ്ട്, ലൈക്ക് ചൈനീസ് അഗ്രഷൻ എങ്ങനെ വർക്ക് ചെയ്യും, ചൈന തായ്വാൻ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അവർക്ക് അവിടെ ഉള്ള ഒരു കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെൻറ്റ് ഇന്ത്യയാണ്. എന്നാൽ അവരുടെ സോർവീനായിട്ടുള്ള പവറുകൾക്ക് ഡാമേജ് ഉണ്ടാക്കാനും അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ മലാക്ക സ്ട്രെയ്റ്റ് പെട്രോളിൻ്റെ അകത്തോട്ട് ഇന്ത്യ വരാനുള്ള സാധ്യതകളും വാതിലുകളും തുറന്നിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്ത്യയെക്കുറിച്ചും ആൻഡമാൻ നിക്കോബാറിനെ കുറിച്ചും ഒക്കെ ഇത്രയും പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ചോദ്യം, ചൈന അത്ര മണ്ടന്മാരൊന്നുമില്ല, ചൈന എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ചൈന ഈ മലാക്ക ഡൈലമ സോൾവ് ചെയ്യാനായിട്ട് വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാണ് അവർ സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് പോർട്ട്സ് ഈ മലാക്ക സ്ട്രെയ്റ്റ് ഏതെങ്കിലും കാരണവശാൽ ബ്ലോക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെ പിന്നെ ബൈപ്പാസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം. അതപ്പോൾ പാകിസ്ഥാനിലെ ഗദ്വാർ പോർട്ട്, ശ്രീലങ്കയിലെ ഹമ്പൻതൊട്ട പോർട്ട്, മ്യാൻമാറിലെ പോർട്ട്, ഇതെല്ലാം ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതൊരു സർക്കിൾ പോലെ നമ്മൾ ഈ പോർട്ടുകളുടെ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാകിസ്ഥാൻ, ശ്രീലങ്ക, മ്യാൻമാർ അങ്ങനെ ഒരു രീതിയിൽ. അതുപോലെ തന്നെ മ്യാൻമാറിലെ പോർട്ടിൽ നിന്നും ചൈനയുടെ യുവാൻ പ്രോവിൻസിലേക്ക് ഒരു സീ ലൈൻ ഒരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്ത് ആ പൈപ്പ് ലൈൻ വഴി എണ്ണ അല്ലെങ്കിൽ വാതകം ചൈനയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മ്യാൻമാർ വർഷങ്ങളായി സിവിൽ വാറിൻ്റെ പിടിയിലാണ്.
ഈ സിവിൽ വാറിനകത്ത് ചൈനയ്ക്കും വലിയ പങ്കുണ്ട്. പക്ഷേ ഈ സിവിൽ വാറിൻ്റെ പിടിയിലായതുകൊണ്ട് തന്നെ ഈ പൈപ്പ് ലൈൻ പ്രോജക്റ്റിനകത്തൂടെ സക്സസ്ഫുള്ളി അവരുദ്ദേശിക്കുന്ന ലെവലിൽ ഓയിലോ അല്ലെങ്കിൽ ഗ്യാസോ ഒന്നും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ ചൈന ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രാക്ക് കനാൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ. ഈ ക്രാക്ക് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂയസ് കനാലും പനാമ കനാലും പോലെ തായ്ലൻഡിന് കുറുകെ, അതായത് തായ്ലൻഡിലെ ലാൻഡ് മാസിനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്തിട്ട് ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും സൗത്ത് ചൈന സീയിലോട്ട് വരാനായിട്ട് ഒരു കനാൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏതാണ്ട് $30 ബില്യൺ ചിലവ് വരുമെന്നാണ് ഇതിന് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ അത്ര എളുപ്പമല്ല നടപ്പിലാക്കാൻ. ഒന്ന്, ഇത്തരം മെഗാ പ്രോജക്റ്റുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് വർഷം എടുക്കും. ലൈക്ക് 20-30 ഇയേഴ്സൊക്കെ കൊണ്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒന്ന്. രണ്ട്, ഈ ക്രാക്ക് കനാൽ നിലവിൽ വന്നു കഴിഞ്ഞാൽ സിംഗപ്പൂരിൻ്റെ ട്രാൻസ്ഷിപ്മെൻറ്റ് എക്കണോമി കംപ്ലീറ്റ്ലി തകരും. ഈ ഏരിയയിൽ ഏറ്റവും വലിയ പോർട്ടുകൾ, ദുബായ് പോർട്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ് സിംഗപ്പൂരിൻ്റെ പോർട്ട്. ഈ ക്രാക്ക് കനാൽ വന്നു കഴിഞ്ഞാൽ ആ പോർട്ടുകൾക്ക് വലിയ രീതിയിലുള്ള എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാകും. സോ സിംഗപ്പൂർ ഇതിനെ കംപ്ലീറ്റ്ലി ഫിയേഴ്സ്ലി ഒപ്പോസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ വേറൊരു കാര്യം ചൈന ചെയ്യുന്നത്, റഷ്യയിൽ നിന്നും നോർത്ത് സൈഡ്, അതായത് വടക്കേ ഭാഗത്താണല്ലോ റഷ്യ നിൽക്കുന്നത്, ആ റഷ്യയിൽ നിന്നും പൈപ്പ് ലൈൻ വഴി ചൈനയിലേക്ക് ഓയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും സക്സസ്ഫുള്ളായി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് റഷ്യയുടെ മേൽ ഉപരോധവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഈ പൈപ്പ് ലൈൻ വഴിയാണ് ചൈന അവരുടെ ഓയിലും മറ്റുമൊക്കെ ഈ ചൈനീസ് മെയിൻലാൻഡിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ദ പ്രോബ്ലം ഈസ് എൻ്റെയർ ഓയിൽ നീഡിൻ്റെ വളരെ മിനിമലായിട്ടുള്ള എലമെൻറ്റുകൾ മാത്രമേ ഈ ഓപ്ഷൻസ് വഴി വർക്കാകത്തുള്ളൂ. കാര്യം കടൽ വഴി ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് വഴിയാണ് ലോകത്തിൻ്റെ എന്തുമാത്രം എണ്ണ കച്ചവടം നടക്കുന്നതെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, പെട്രോളിനും ഡീസലിനും ഇത്രയൊക്കെ വില കൂടിയപ്പോൾ. സോ അതുപോലെയാണ് ഈ മലാക്ക കടലെടുക്കുന്നത്. ഇത് ബ്ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വരുന്ന എണ്ണകളെല്ലാം ബ്ലോക്കാവും, എണ്ണയും മറ്റ് സാധനങ്ങളെല്ലാം. അപ്പോൾ ബേസിക്കലി സ്ട്രാറ്റജിക് അനലിസ്റ്റുകൾ പറയുന്നത് ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഇന്ത്യക്ക് കിട്ടുന്നത് ഗ്ലോബൽ ട്രേഡിലെ വീറ്റോ പവറാണ്, ഗ്ലോബൽ എനർജി സപ്ലൈയുടെ വീറ്റോ പവറാണ്. കാരണം നമ്മളവിടെ ഒരു മിലിറ്ററി ബേസ് വെച്ച് കഴിഞ്ഞാൽ ആ മിലിറ്ററി ബേസിൽ നിൽക്കുന്ന പെട്രോൾ എയർക്രാഫ്റ്റുകൾക്ക് അതുവഴി പോകുന്ന ഷിപ്പുകൾ ഏതൊക്കെയാണെന്നും അതുവഴി ബാക്കി എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. സോ ബേസിക്കലി നമ്മൾ ഒരു ഇൻഡോ പസഫിക് റീജിയനിലെ കംപ്ലീറ്റ് പവർ നമ്മുടെ കയ്യിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ ചൈനയുടെ സ്ട്രിങ് ഓഫ് പേൾസിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇന്ത്യ ഒമാനിലെ ദുഃഖം പോർട്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്തോനേഷ്യയിലെ പോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, US ആയിട്ടുള്ള എഗ്രിമെൻറ്റ്സ് ഉണ്ട്, ഫ്രാൻസിൻ്റെ റിയൂണിയൻ ഐലൻഡുമായിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ട്. സോ നമ്മൾ വെറുതെ ഇരിക്കുമല്ല, ഇത് ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള രീതിയിൽ നമ്മളും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. 2025 ഇന്ത്യ ഒരു നേവൽ എക്സസൈസ് നടത്തിയിട്ടുണ്ടായിരുന്നു. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് തൊട്ട് 5000 നോട്ടിക്കൽ മൈല് ഇന്തോനേഷ്യ വരെ നീണ്ടു നിൽക്കുന്ന ഒരു നേവൽ എക്സസൈസ്, കംപ്ലീറ്റ് നേവൽ പവർ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് ആയിരുന്നു. അതായത് ഇതൊക്കെ എയർഫോഴ്സ്, നേവൽ ഫോഴ്സ് ഇവരെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഇമ്പാക്റ്റ് എന്താണ്, ഇന്ത്യയുടെ മൈറ്റി പവർ എന്താണ്, നമ്മുടെ ന്യൂക്ലിയർ സബ്മറൈൻസ്, വാർഷിപ്സ് ഇതെല്ലാം ഇറക്കിയിട്ടുള്ളൊരു കളിയായിരുന്നു. ഇന്ത്യൻ ഓഷ്യനിൽ ഇന്ത്യയുടെ പവർ അൺക്വസ്റ്റ്യനബിളാണ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മളന്നത് ചെയ്തത്. അത് മാത്രമല്ല, നമ്മൾ മഹാസാഗർ എന്ന് പറയുന്ന ഒരു ഡോക്ട്രൈൻ എവറി 2 years ലൈക്ക് സൈച്ചലസ്, മൗറീഷ്യസ്, ശ്രീലങ്ക ഈ മൂന്ന് രാജ്യങ്ങളുമായി ചേർന്നിട്ട് ലൈക്ക് ഇന്ത്യൻ ഓഷ്യനിലെ പ്രൊട്ടക്ടർ ഇന്ത്യയാണ്, പ്രൊട്ടക്ഷൻ ഇന്ത്യ ഗ്യാരണ്ടി ചെയ്യുവാണ് എന്നുള്ള രീതിയിൽ ഉള്ള എക്സസൈസസും സാഗറായിരുന്നു. അതാണ് ഇപ്പോൾ മഹാസാഗറാക്കി മാറ്റിയത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. നേവൽ മേഖലയിൽ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, ആന്ധ്രാപ്രദേശിലുള്ള ന്യൂക്ലിയർ സബ്മറൈൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ബേസ്, കർണാടകയിലുള്ള വാർഷിപ്സ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന നേവൽ ബേസ്, അങ്ങനെ ഒരുപാട് അമേരിക്കയിൽ നിന്നുള്ള ആൻറ്റി സബ്മറൈൻ ഡ്രോണുകളുടെ പർച്ചേസ്, സീഹോക്ക് ഹെലികോപ്റ്റേഴ്സിൻ്റെ പർച്ചേസ്. സോ നേവി മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുവാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യനിലുള്ള നമ്മളുടെ ഒരു പവർ, സുപ്രീം പവർ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. സോ വാർത്താമാധ്യമങ്ങൾ പറയുന്ന എക്കോളജിക്കൽ സെൻസിറ്റീവ്നെസ്സിനും അപ്പുറം ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ അടുത്ത ഒരു 100 വർഷത്തേക്കുള്ള എക്സിസ്റ്റൻസ്, നമ്മുടെ ഗ്ലോബൽ പവർ ഇക്വേഷനിലുള്ള പ്ലേസ്,
ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആൻഡമാൻ നിക്കോബാറിലെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓരോ തവണയും നമുക്ക് ചുറ്റുപാടുമുള്ള ഇന്ത്യ ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡിൻ്റെ അകത്തിരിക്കുന്ന രാജ്യമല്ല. നമുക്ക് പാകിസ്ഥാനുണ്ട്, ചൈനയുണ്ട്, ആ ഒരു നോർത്തേൺ സൈഡിൽ കംപ്ലീറ്റ് നമുക്ക് അഡ്വേഴ്സറീസ് ഉണ്ട്. അപ്പോൾ ഈ അഡ്വേഴ്സറീസിനെല്ലാം തന്നെ ഇന്ത്യൻ ഓഷ്യനിലേക്ക് വരികയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നോർത്ത് ആൻഡ് സൗത്ത് ജാമപ്പ് ആവുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, വിഴിഞ്ഞം തുറമുഖം അല്ലെങ്കിൽ കേരളത്തിൻ്റെ സതേൺ പ്ലേസ് ട്രിവാൻഡ്രം ഉൾപ്പെടെയുള്ള സ്ഥലം നെക്സ്റ്റ് ഒരു 50 yearsൽ വലിയൊരു മിലിറ്ററി ബേസായി, പാങ്ങോട് മിലിറ്ററി കേന്ദ്രം ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, പക്ഷേ നേവൽ കോസ്റ്റൽ ഗാർഡ് ബേസായി മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ബിക്കോസ് ആ സ്ഥലത്തിൻ്റെ ഒരു പിവട്ടൽ പൊസിഷൻ അങ്ങനെയാണ്. അതുപോലെയാണ്, അതിനേക്കാളും താഴെയാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഇരിക്കുന്നത്. സോ അതാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൻ്റെ ഇമ്പോർട്ടൻസ്. എന്തായാലും അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് നോളജ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൈറ്റ് ബോർഡ് സർവീസിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും.